അപ്പം ഗായ്സ് ഇന്ന് എണീക്കാൻ തന്നെ നല്ല നേരം വൈകി ഏകദേശം 1 മണി ഒക്കെ ആയിരുന്നിട്ടോ. ഏകദേശം എണീറ്റപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലാണ്, അതുകൊണ്ട് ഏകദേശം എണീക്കാൻ 1 മണിയായി. അങ്ങനെ എണീറ്റപ്പോൾ അപ്പം രാവിലത്തെ കറിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങനെ കഴിച്ചിരിക്കുമ്പോൾ ഉമ്മ പറഞ്ഞ്, ഉമ്മ അവിടെ മീൻ പൊരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഉമ്മ പറഞ്ഞ് എന്താ ഒരു സഹായവും ചെയ്യൂല അങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ എന്നെ ചീത്ത പറഞ്ഞു. അപ്പോൾ ഞാൻ കരുതുന്ന മീൻ കറി വെക്കാമെന്ന് കരുതി ഞാൻ ഉമ്മയോട് പറഞ്ഞു മീൻ കറി ഞാൻ വെക്കാം, മീൻ കറിക്ക് ഒരു പുതിയാരും തുടങ്ങിയിരിക്കണേ. അപ്പോൾ അധികം മീനുമ്പോൾ പൊരിച്ചിട്ടോ, ബാക്കി 2 മീനുണ്ടായിരുന്നു അത് വെച്ചിട്ട് തട്ടിക്കൂട്ട് കറി ഉണ്ടാക്കാന്നുള്ള രീതിക്ക് ഞാൻ എൻ്റെ ഒരു രീതിക്ക് എനിക്കിഷ്ടമുള്ള രീതിക്കുള്ള ഈ തേങ്ങ അരച്ചിട്ട് ഉള്ളിയൊക്കെ ഇട്ടുള്ള മീൻ കറി ഉണ്ടല്ലോ, എനിക്കതിനോട് വലിയ ഇഷ്ടമല്ല. എനിക്ക് വെറും തക്കാളി മാത്രം ഇട്ടിട്ടുണ്ടാക്കണ എൻ്റെ ഒരു സ്റ്റൈലുള്ള മീൻ കറി ഇത് മാത്രമേ ഞാൻ കൂട്ടുള്ളൂ കേട്ടോ. ഇത് എനിക്ക് കല്യാണം കഴിഞ്ഞ് പോയ അവിടെ നിന്ന് ഉമ്മ ഉണ്ടാക്കണ കണ്ടിട്ട് ഉമ്മാൻ്റെ നിന്ന് കിട്ടിയ ഒരു റെസിപ്പി വീഡിയോ ആണ്. അവിടെ പോയിട്ടാണ് ആദ്യമായിട്ട് മീൻ കറി തന്നെ ഞാൻ കൂട്ടുന്നു എൻ്റെ ജീവിതത്തിൽ. ബാക്കിയൊന്നും എനിക്ക് മീൻകറിൻ്റെ മണവും കാര്യങ്ങളും കേൾക്കുമ്പോൾ തന്നെ ഇഷ്ടാവൂലേന്ന്. അപ്പോൾ ഇതിൻ്റെ ഫേവറേറ്റ് മീൻ കറിയാണ്. ഞാനവിടെ പോയി ഞാൻ ഒറ്റയ്ക്ക് പഠിച്ച് അവിടെ പോയി ഉമ്മ ഉണ്ടാക്കണ കണ്ട് പഠിച്ച് എൻ്റെ വീട്ടിലൊന്ന് പരീക്ഷിക്കലാണ് പൊതുവെ. അങ്ങനെയുള്ള മീൻ കറിയാണ് ഇത്. സംഭവം ഉണ്ടാക്കാൻ സുഖമാണ്. നമ്മൾ ചട്ടി അടുപ്പത്ത് വെക്കാണ്ട് കടുകും ഉലുവയിട്ട് പൊട്ടിക്കുക, വേപ്പിട്ടിടുക, ചതവിടുക. അതിനുശേഷം നമ്മൾ മഞ്ഞൾപ്പൊടി മുളകും പൊടി ഇടുക, പിന്നെ നമ്മൾ തക്കാളി ഇട്ടിട്ട് വെള്ളം പാർന്ന് അത് ഏകദേശം വെന്ത് പരിവാകുമ്പോൾ നമ്മളേക്ക് മല്ലിച്ചപ്പും ഒക്കെ ഇട്ട് വെള്ളമൊക്കെ പാർന്ന് പരിവാകുമ്പോൾ നമ്മൾക്ക് പുളി വെള്ളം പാരും. വെട്ടി തിളച്ച് വരുമ്പോൾ നമ്മൾ മീൻ ഉണ്ടാവുമല്ലോ, മത്തി എന്താ നമ്മളെ കയ്യിലുള്ള മീൻ അതോടെ ഇട്ടിട്ട് ഒന്ന് അടച്ച് വെച്ച് വേവിച്ച സാധനം റെഡി. അപ്പോൾ മീൻ കറി എന്തായാലും ഉണ്ടാക്കിയപ്പോൾ പൂള അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു, അപ്പോൾ അതും കൂടെ ഉണ്ടാക്കാന്നിരുത്തി. അപ്പോൾ അങ്ങനെ നമ്മൾ പൂള ഉണ്ടാക്കുന്ന പരിപാടിക്ക് തുടങ്ങി. അങ്ങനെ വലിയൊരു താല്പര്യമില്ല മീൻ കറി വെച്ചപ്പോൾ തന്നെ ഒരു ക്ഷീണമൊക്കെ ആയി, നിന്നാലും കഷ്ടപ്പെട്ട് അങ്ങനെ ഉണ്ടാക്കി, പൂളയും കൂടെ ഉണ്ടാക്കി. അപ്പോൾ പൂളൊക്കെ ഉണ്ടാക്കി നോക്കിയപ്പോൾ എന്താ അവസ്ഥ വെച്ചാൽ പൂളക്ക് ഒരു വേവ് കമ്മിയാണോ അതോ പൂളൻ്റെ പ്രശ്നം അറിയില്ല, ഒരു തകരാറ് പോലെ, ഒരു ബലം പോലെ. നമ്മൾ സോഫ്റ്റ് പൂള പൊടിപ്പൂള ഉണ്ടാവില്ല, ഇങ്ങനെ ആ പൂളയാണ് എനിക്ക് പൊതുവെ ഇഷ്ടം. എന്നിട്ട് എൻ്റെ മകളിതാ അതിനെ കുറേ കിട്ടി മറിഞ്ഞ് അതിനെ കുത്തി ഇതാക്കണേ. ലാസ്റ്റ് എങ്ങനെയൊക്കെയോ ഞാൻ മീൻകറിയോടും പുളയോടും നല്ല ഇഷ്ടമാണ് എനിക്ക് രണ്ടും. അപ്പം അതിൻ്റെ ഒരു ഇതിൽ ഞാൻ എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് അത് കഴിച്ച്. അപ്പം അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിക്കണേ, ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.